ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ബുധനാഴ്ച അവസാനിക്കും. ബുധനാഴ്ച വൈകിട്ട് 6 മണിക്ക് പരസ്യപ്രചാരണം അവസാനിക്കും. വ്യാഴാഴ്ച നിശബ്ദ പ്രചരണമായിരിക്കും. വെള്ളിയാഴ്ച കേരളം പോളിംഗ് ബൂത്തിലെത്തും. പൗരത്വ നിയമ ഭേദഗതിയിൽ തുടങ്ങി വിദ്വേഷ പ്രസംഗ വിവാദം വരെ എത്തി നിൽക്കുകയാണ് പ്രചാരണ വിഷയങ്ങൾ. അടിയൊഴുക്കുകൾ അനുകൂലമാക്കാൻ സകല അടവുകളും പയറ്റുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. യുദ്ധമായാണ് രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ജയിക്കാൻ സകല അടവുകളും പുറത്തെടുക്കുന്ന സമയമാണിത്. കേരളത്തിലെ പരസ്യപ്രചാരണം നാളെ അവസാനിക്കുമെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ അടവുകൾ അവിടെയും തീരില്ല. 26 രാവിലെ 6 മണിക്ക് കേരളം പോളിംഗ് ബൂത്തിൽ എത്തുന്നതുവരെ അടവും തടവും നടക്കും. അവസാന നിമിഷത്തെ അടിയൊഴുക്കുകൾ അനുകൂലമാക്കി മാറ്റാൻ വേണ്ടിയുള്ള ഓട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. രാഷ്ട്രീയ നേതാക്കൾ വിഷയങ്ങൾ കൊണ്ടും വാചകങ്ങൾ കൊണ്ടും വോട്ടിനെ സ്വാധീനിക്കുന്ന സമയമാണിത്. സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പേരിട്ട് വിളിക്കുന്ന തെരഞ്ഞെടുപ്പ് അജണ്ട സെറ്റാക്കുന്ന മണിക്കൂറുകളാണിനി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ കേരളത്തെ പ്രചാരണ വിഷയങ്ങളിൽ പ്രധാനം പൗരത്വ നിയമ ഭേദഗതിയാണെന്ന് വ്യക്തമായിരുന്നു. ഇന്ന് വരെ അതിൽ മാറ്റം വന്നിട്ടില്ല. ന്യൂനപക്ഷങ്ങളെ സ്വാധീനിക്കുന്ന CAA ഉയർത്തി തന്നെയാണ് ഇടതുമുന്നണി മുന്നോട്ടു പോകുന്നത്. ഇതിൽ കോൺഗ്രസിന് അയഞ്ഞ നിലപാടാണെന്ന് അവർ ആരോപിക്കുകയും ചെയ്യുന്നു. എന്നാൽ CAA വിരുദ്ധ പ്രക്ഷോഭത്തിനെതിരായ കേസുകൾ പിൻവലിക്കാത്തത് ഉയർത്തിയായിരുന്നു UDF പ്രതിരോധം. മണിപ്പൂരിലെ ക്രൈസ്തവ വേട്ടയും മാസപ്പടിയും വടകരയിലെ സൈബർ ആക്രമണങ്ങളും കരുവന്നൂരും അയോധ്യയുമെല്ലാം പ്രചാരണത്തിൽ വന്നുപോയി. പ്രധാനമന്ത്രി ഒന്നിലേറെ തവണ നേരിട്ട് പ്രചാരണത്തിനെത്തിയ ആത്മവിശ്വാസത്തിലാണ് കേരളത്തിലെ NDA നേതൃത്വവും. ന്യൂസ് ഡെസ്ക് ഗ്രാമിക.